ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ചെടി വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാനെൻ്റെ വോഗൻ വില്ല പൂത്ത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിത് നമ്മുടെ കവറിൽ നിന്നും ചട്ടിയിലോട്ട് മാറ്റുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പെട്ടെന്ന് തന്നെ പൂക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കവറിൽ നിന്നും നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് പൂവിടാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഇതേ ഇത്ര പൂവായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ലാവണ്ടർ കളറാണ് കേട്ടോ. ഇത്രയും നാളും ഞാൻ എൻ്റെ കുഞ്ഞു ചെടി വീട്ടിൽ ഞാൻ പൂക്കളൊന്നും ഇല്ലാത്ത അഗ്ലോണിമ പോലത്തെ തണലാഗ്രഹിക്കുന്ന ചെടികളായിരുന്നു കേട്ടോ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വോഗൻവില്ല പൂത്ത് നിന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്, ഇത് മേടിച്ച് നട്ടയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നില്ല. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ നിന്ന്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറേ കമ്പുകൾ തന്നതാണ് കേട്ടോ. പല പല കളറിൽ വോഗൻവില്ലയുടെ കമ്പുകൾ തന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടി കൊണ്ടുവന്ന് ഒന്നിച്ചായിരുന്നു ഒരു 2-3 കവറിലാക്കി നട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, കാരണം എല്ലാ വീട്ടുകളിലും ഇപ്പം വോഗൻവില്ല പൂത്ത് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടം തോന്നി കേട്ടോ. കാരണം ആ ഒരു പൂവിനൊരു പ്രത്യേക ഭംഗിയാണല്ലേ. നമുക്ക് വേറൊരു ചെടി ഇല്ലെങ്കിലും ഈ വെയിലത്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ്സാണ് ഈ ഒരു കടലാസ് ചെടി. ഇത് ഞാൻ നിന്ന് ചട്ടിയിലോട്ടാക്കി നടുന്ന വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേരെന്നോട് ഇത് പൂ പിടിക്കുമ്പോൾ വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പൂ പിടിക്കുന്നത് മാത്രമല്ല മറ്റുള്ള ചെടികളും നട്ടപ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. എന്നാലും പൂ നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു രസമാണല്ലേ. വീടും അതുപോലെ തന്നെ ആ വീട്ടിൻ്റെ പരിസരവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ പൂക്കളുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷമാണല്ലേ. പിന്നെ മറ്റുള്ള ചെടികളൊക്കെ ഈ ഒരു പരുവത്തിലായി നിൽപ്പുണ്ട്. എല്ലാം ഒരുവിധം മൂടൊക്കെ പിടിച്ച് നല്ല ഭംഗിക്ക് തന്നെ നിൽക്കുകയാണ്. എന്നാലും വോഗൻവില്ല ഭയങ്കരമായിട്ടൊന്നും പൂവിട്ടിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ എൻ്റെ ഒരു ആഗ്രഹത്തിന് എല്ലാം ഒരുവിധം പൂവിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കളറുകളുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച കളറുകളെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും തന്നെ ചീത്തയായി പോയിട്ടില്ല. പിന്നെ ഇനി കുറച്ച് തൂക്ക് ചെടികളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. കുറേയൊക്കെ കരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ടട്ടിൽ വൈനൊക്കെ ഇനി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഫുള്ളും പെറ്റോണിയ നടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൂവും വീട്ടിൽ പിടിച്ചു കേട്ടോ. ഇത് പണ്ടൊക്കെ എൻ്റെ അമ്മ പറഞ്ഞത് തോട്ടുംകരയിലൊക്കെ നിൽക്കുന്ന പൂവാണെന്നാണ്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞത് നല്ല ട്രെൻഡിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാവരും പൈസ കൊടുത്താണ് ഈ ഒരു പ്ലാന്റ്സ് മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഒന്നും അധികം പൈസ കൊടുത്ത് അങ്ങനെ മേടിക്കാറില്ല. ഇത് മഞ്ഞയാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല അടിപൊളി മഞ്ഞ കളറാണ്. അതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ ശരിക്കും പൂ പിടിക്കാനായിട്ട് ഇങ്ങനെ പൂക്കൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ മുമ്പ് വെച്ചിരുന്നിടത്തു നിന്നൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാൽ മാത്രമേ ഇത് പെട്ടെന്ന് ശരിക്കും പൂക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഈ വീട്ടിൽ കുറേ മൊത്തത്തിൽ എനിക്ക് വോഗൻവില്ല ആക്കണമെന്നാണ് കേട്ടോ ഈ ഒരു പൂ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ വെട്ടി ഇനി പിരിച്ച് ഇഷ്ടംപോലെ നട്ടാൽ മാത്രമേ എൻ്റെ ആ ഒരു സ്വപ്നത്തിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ വോഗൻവില്ല പൂത്തതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് അത്ര ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു വോഗൻവില്ല പൂത്ത് നിന്നപ്പോഴത്തേക്ക്. പൂക്കളും കൂടെയൊക്കെ കണ്ടപ്പോഴത്തേക്കും വീട്ടിൽ ഞാൻ ചെടി നട്ടതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ എൻ്റെ കൂട്ടുകാർ ഇനിയും എന്നോട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ മാറ്റി നട്ട ഒരു ചെടിയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇന്നലെ ഞാൻ മാറ്റി നട്ടപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് കുറേ ഉറുമ്പ് കൂട് വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ചപ്പോഴത്തേക്കും പിറ്റേ ദിവസം നല്ല രീതിക്ക് തന്നെ ഉറുമ്പും കൂടൊക്കെ പോയി അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.